എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു കെട്ടുറപ്പുണ്ട്. ഉണ്ട്, ഉറപ്പുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരും. ഈ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ ഈ കള്ള വാഗ്ദാനങ്ങൾ ഇനി ഇവിടെ വില പോകില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേര് ഇവിടെ ഗ്യാസ് സൗജന്യമായിട്ട് കോൺഗ്രസിൽ വെള്ളനാട്ടിലൊക്കെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ CPM പോയല്ലോ. അത് പോകും. അത് എല്ലായിടത്തും CPM-ലുള്ളവർ ഇങ്ങോട്ട് വരും. ഇവിടെ കോൺഗ്രസിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞ ഈ നേതാക്കന്മാരെല്ലാം ഈ കുടുംബത്തിലുള്ള ആളുകൾ. ഞാൻ സ്ക്വാഡ് വർക്കിന് പോകണം. ഇവിടെ UDF-ന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു മെമ്പറാണ്. എനിക്കറിയാം. ഇപ്പൊ കോൺഗ്രസിന് നല്ല ഒരു ചായ കൊണ്ട് ഒരു 400 കോൺഗ്രസിന്റെ പ്രവർത്തന ശേഷി മികച്ചതാണ്. എന്താ സാധ്യത? അടൂർ പ്രകാശോ ജോയിയോ? ഒരിക്കലും ഇവിടെ കോൺഗ്രസ് വരില്ല. എന്താ കാര്യം? എന്താ വല്ലെന്ന് വെച്ചാൽ 5 വർഷമായി ഇവിടെ ജയിച്ചു പോയിട്ട് പുള്ളി ഇവിടെ ഇതുവരെയും കണ്ടില്ല. ഇപ്പൊ വന്ന 3-4 ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വെളിച്ചം കിട്ടുന്നില്ലേ? അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് അല്ല ഇവിടെ ആവശ്യം. പിന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നേതാവിനെ വേണം. അപ്പൊ അടൂർ പ്രകാശ് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആണോ? അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ വിടവുണ്ട്. സത്യസന്ധമായി അടൂർ പ്രകാശ് ഇവിടെ തിരിഞ്ഞു നോക്കിയത് ഇപ്പോഴും 3-4 ലൈറ്റ് ഇടാൻ. ഓക്കെ, എന്താ സാധ്യത? തീർച്ചയായിട്ടും അടൂർ പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അദ്ദേഹം മണ്ഡലത്തിലേക്ക് വന്നിട്ടില്ലെന്ന് പറയുന്ന ഒരു വോട്ടർ പച്ചക്കള്ളമാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ജനകീയ കാര്യത്തിലും എല്ലാത്തിലും ഇടപെടുന്ന ആളാണ്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും സുഖദുഃഖങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് അടൂർ പ്രകാശ്. ആണല്ലോ, സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ അടൂർ പ്രകാശ് വരുന്നെന്നാണല്ലോ പറയുന്നത്. ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ആണോ? ചേട്ടന് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ചേട്ടന് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ചോദിക്കാൻ മാത്രം വന്നിട്ടുണ്ട്. അത്രേ ഉള്ളോ? അത് രാഷ്ട്രീയ ആരോപണം. എന്താ അവസ്ഥ? ആര് ജയിക്കും? എന്താ സാധ്യത? ജയസാധ്യത എല്ലാം 3 മത്സരവും നല്ല രീതിയിൽ കടുത്ത മത്സരമായിരിക്കും. എന്തായാലും ആർക്കാ ഒരു എഡ്ജ്? അല്ല, എന്തുകൊണ്ട് ആര് ജയിക്കണം? ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് BJP ഇവിടെ വരണമെന്നുള്ള. വി മുരളീധരൻ. എന്തുകൊണ്ട്? എനിക്ക് BJP-യുടെ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്. ഗ്യാസിന്റെ വിലയൊക്കെ കൂടിയിട്ട് കുഴപ്പമില്ലല്ലോ. കാലാകാലങ്ങളിൽ എല്ലാം വില കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ആർക്കും വില കുറയ്ക്കാനും പറ്റില്ല. കൂടുതൽ ഒരിക്കലും കുറയില്ല. പ്രശ്നമില്ല. അല്ല, പ്രശ്നം എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ തിരിഞ്ഞാക്രമിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടല്ലോ. ഈ ഇത്തരം ആരോപണങ്ങളോട് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ഞാൻ നോക്കി കാണുന്നത് പുറരാജ്യത്ത് ജോലി ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ, ഇപ്പൊ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ നോക്കുന്നത് ഒരു തവണ കൂടി അധികാരത്തിൽ നരേന്ദ്രമോദി വരണം. അതിന് ആറ്റിങ്ങലിൽ നിന്ന് വി മുരളീധരൻ ജയിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, എന്താ സാധ്യത? ഇവിടെ അടൂർ പ്രകാശ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരേണ്ടത് ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കാൻ കോൺഗ്രസ് ആണോ CPM ആണോ നല്ലത്? കോൺഗ്രസ് ആണ്. ഓക്കെ, എന്താ? തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇവിടെ ഇടതുപക്ഷം ആ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. തിരിച്ചു പിടിക്കും. എങ്ങനെ? എന്തുകൊണ്ട്? പാർട്ടിയുടെ ചിട്ടായ പ്രവർത്തനത്തോടെ തന്നെ ഒരു വോട്ടും പാഴായി പോവില്ല. ഇല്ല, തീർച്ചയായിട്ടും എല്ലാ വോട്ടും ബൂത്തിലെത്തും. ഓക്കെ, ആർക്കെ സാധ്യത മോനെ? വി ജോയിക്കാണ് സാധ്യത. എന്താ സാധ്യത? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? നല്ല ജനാധിപത്യം, ജനങ്ങളെ തിരിച്ചറിയുന്ന ഒറ്റ രാഷ്ട്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അടൂർ പ്രകാശ് പോയാൽ പ്രകാശ് വന്ന് കുറച്ച് നിഴല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലൈറ്റ്. പക്ഷെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയല്ല. പാവപ്പെട്ടവരോട് എന്ന് നിന്ന ഒരു പ്രസ്ഥാനമാണ്. അടൂർ പ്രകാശ് വഴിയിൽ പ്രകാശം വിളിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ജീവിതത്തിൽ പ്രകാശം വിതറും. അതാണോ? ഓക്കെ, എന്താ സാധ്യത? വി മുരളീധരൻ. എന്തുകൊണ്ട്? വർഷത്തിൽ 6000 രൂപ മോഡി കിസാൻ സമ്മാൻ നിധി പ്രകാരം 6000 രൂപ കിട്ടുന്നു. പെൻഷൻ എത്ര രൂപ കിട്ടുന്നു? സംസ്ഥാനത്തെ പെൻഷൻ എത്ര? 1600 അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരു വർഷം എത്ര കിട്ടും? അതാണ് പ്രശ്നം. അപ്പൊ എന്താ സാധ്യത? വി ജോയി ജയിക്കും. കാരണം ഈ നാട്ടിൽ നിന്ന് ജയിച്ചു പോയ അടൂർ പ്രകാശ് ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയെന്ന് മാത്രമല്ല, തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ നാളെ BJP പോവും. സാർ, കഴിഞ്ഞ പ്രാവശ്യം ഈ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ മധ്യപ്രദേശിൽ വോട്ട് ചെയ്തത് കോൺഗ്രസിന്. 6 മാസം കഴിഞ്ഞപ്പോ കമൽനാഥ് മാറി BJP-യുടെ ചൗഹാൻ മുഖ്യമന്ത്രി. കമലം പിരിഞ്ഞു. അതുപോലെ കോൺഗ്രസിന് വോട്ട് ചെയ്യുക, BJP-ക്ക് പോയി സപ്പോർട്ട് ചെയ്യുക. ഇവിടെ മതേതരത്വ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ സഖാവ് വി ജോയി ജയിക്കുക മാത്രമല്ല, കേരളത്തിലുള്ള 20 സീറ്റും ജയിക്കണം. പാർലമെന്റിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലും വരണം. BJP-യെ താഴെ ഇറക്കണം. മതേതരത്തെ ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ, ഇനി നാളെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ, മതേതരത്തെ ഇന്ത്യയിൽ മതേതരത്തെ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ. അടൂർ പ്രകാശിനെ നിങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും? അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ലല്ലോ. അദ്ദേഹം നമുക്ക് നിസ്സാരം. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ശശി തരൂരിന്റെ അടുത്ത് ചോദിച്ചു, 2024 ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരാകുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കണ്ണ് തുറക്കുമ്പോ പറഞ്ഞു നരേന്ദ്രമോദിയാണ്. അങ്ങനെ പറഞ്ഞത് ഞാൻ BJP പോയ എന്നോട് ആര് ചോദിക്കുമെന്നാ. ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ആരെയും വോട്ട് ചെയ്യൂ. ഓക്കെ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താ നിലപാട്? പറഞ്ഞോ സാർ. പറഞ്ഞ ഒരു കാര്യം, ഇവിടെ പറഞ്ഞ ഒരു കാര്യം, അടൂർ പ്രകാശ് മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ മറുപടി ഞാൻ പറയാം.
ഒരു വികസന രേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക്ലെറ്റ് അടിച്ച് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശ് വസ്തുതാപരമായി പറയുകയല്ല, എഴുത്തായിട്ട് റെക്കോർഡിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, BJPക്കോ CPM-നോ വസ്തുതാപരമായി ഇതിനെ ഖണ്ഡിക്കുവാൻ സാധിക്കുമോ? അതങ്ങനെ പറ്റും. കഴിഞ്ഞ സിറ്റിംഗ് MPയുടെ കൊടുക്കാൻ പറ്റൂ. ഞാൻ പറയട്ടെ വസ്തുതാപരമായി ഖണ്ഡിക്കാൻ പറ്റും. മറ്റൊരു കാര്യം അല്ലല്ല, പറഞ്ഞു തീർന്നോട്ടെ. ഇവിടെ പറയുന്നു പിന്നെ കോൺഗ്രസ് ജയിച്ച പിന്നെ BJPയിലോട്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ, അൽഫോൺസ് കണ്ണന്താനം, മാർക്സിസ്റ്റുകാരെ വോട്ട് പിടിച്ച് ജയിപ്പിച്ച കണ്ണന്താനം. നമ്മൾ കണ്ടു, മോദിയുടെ മന്ത്രിസഭയിൽ ടൂറിസം സഹമന്ത്രിയായിട്ട് നമ്മൾ കണ്ടവരാണ് അല്ലേ? പിണറായി വിജയനും ഈ കണ്ണന്താനവും ഒരേ വള്ളത്തെ യാത്ര ചെയ്ത് കുട്ടനാട്ടിൽ ഈ ജനത കണ്ടവരാണ് TV മാധ്യമങ്ങളിലൂടെ. നിങ്ങൾക്ക് എന്താണ് പറയാൻ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിന്നെ കർണാടകത്തിൽ ദേവഗൌഡയുടെ പാർട്ടി ഇവിടെ LDF-ന്റെ കൂടെയാണ്. നിങ്ങൾക്ക് പുറന്തള്ളാനുള്ള ധൈര്യമുണ്ടോ? നട്ടലുണ്ടായോ? മറ്റൊന്ന്, മഹാരാഷ്ട്രയില് NCPയുടെ അജിത് പവാർ വിഭാഗം അവരെ BJPയെ പിന്തുണയ്ക്കുന്നു. ഇവിടെ ആരെ കൂടെയാ? ഇവിടെ ആരോ LDF-ന്റെ കൂടെ. ഞാൻ പറയട്ടെ, അല്ല, ഇതോടനുബന്ധിച്ച് അജിത് പവാർ പക്ഷം നേരത്തെ പ്രഖ്യാപിച്ചു കേരളത്തിൽ 2 സീറ്റ് മത്സരിക്കുമെന്ന്. ഏതൊക്കെയെന്നറിയോ? ഒന്ന് പാലക്കാട്, ഒന്ന് ആറ്റിങ്ങലും. ഇപ്പൊ അവര് മത്സരിക്കുന്നില്ല. ആര് തമ്മിലാ സഖ്യം? ഈ ഇടതുപക്ഷ സഖാക്കളും BJPക്കാരെ വ്യക്തമാക്കട്ടെ. എന്താ മറുപടി പറഞ്ഞോ? ഞാൻ സെറ്റിൽമെന്റ് വന്നതാണ്. വിദ്യ പഞ്ചായത്തിൽ 27,000-ൽ പരം ജനങ്ങളുള്ളതാണ്. ഞാൻ ആദിവാസി ജനങ്ങളെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ 30 വർഷം കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാണ്ട് കോൺഗ്രസ് പ്രതിനിധിയായ അടൂർ പ്രകാശിന്റെയും ഇടതുപക്ഷ പ്രതിനിധിയായ ജോയുടെ പ്രതിനിധിയോടെയാണ്. നിങ്ങൾ ഈ സമുദായത്തിന് എന്താണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്? അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ച് ഇപ്പോഴും കൊണ്ടുവന്ന് സെറ്റിൽമെന്റിൽ 1 ലക്ഷം രൂപ ഒരു സീറ്റ് ലൈറ്റ് ഇട്ട് പോയാൽ മതിയാ. ഞങ്ങളുടെ ജനങ്ങൾ നടക്കാനും വിദ്യാഭ്യാസം ഉന്നത എത്താൻ വേണ്ടി ഒരു പാലം കഴിഞ്ഞ 25 വർഷം ഇവിടെ കാർത്തിയാൻ ഭരിച്ച്, 5 വർഷം മോഹൻ ഭരിച്ചു, 30 വർഷം 4 ടൈം സമ്പത്ത് 20 വർഷം ഭരിച്ച്, 5 വർഷം നിങ്ങൾ അഖിലേന്ത്യ തലത്തിലുള്ള പ്രസംഗങ്ങളിലെ പേരുകണം. മതേതത്വം തൊലഞ്ഞു നിങ്ങൾ കാരണം പല മീഡിയയിലും എന്താ പാലം കണ്ട പാലം സെറ്റിൽമെന്റിലോ ജനങ്ങൾ. അപ്പം